മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്ക് നോക്കാം. എന്താണ്? An ellipse has its center at 1, -2, one focus at 3, -2, and one vertex at 5, -2. Then the length of its lateral rectum is. ഒരു എലിപ്സ് അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 1, -2 ആണ്. ഓക്കെ അല്ലേ? വൺ ഫോക്കസ് അറ്റ് 3, ആയിക്കോട്ടെ. ആൻഡ് ലെങ്ത് വൺ വെർട്ടെക്സ് ഇസ് അറ്റ് 5, സോറി ഇങ്ങനെയല്ലല്ലോ വരിക, -2, ക്ഷമിക്കണം. നമുക്ക് ആക്ച്വൽ ഫിഗറിന് വരാം. നോക്കാം. ഒന്ന്, എലിപ്സ് ഹാസ് സെൻറ്റർ അറ്റ് 1, -2, വൺ ഫോക്കസ് അറ്റ് 3, and one vertex at 5, okay. Then the length of lateral rectum is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓക്കെ. ഇതാണ് നമ്മുടെ എലിപ്സ്. ശ്രദ്ധിക്കുക. നമുക്കറിയാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2b² / a ആണ്. അതിൽ എ നമുക്ക് കിട്ടും അല്ലെ. എ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് അല്ലെ. സെൻറ്ററിൽ നിന്നും ഒരു വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് അല്ലെ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1, -2 5, തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. റെഡിയല്ലേ? ഇനി അടുത്തത് ബി നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല, പക്ഷേ നമുക്ക് ഇവിടെ സി കിട്ടും അല്ലെ. സി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം? അല്ല, സി എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ്. അത് നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. റെഡിയല്ലേ? അപ്പോൾ സി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമുക്കറിയാം വാട്ട് ഈസ് ദാറ്റ്? c² ഈസ് ഈക്വൽ ടു a² - b² അല്ലേ. ഇത് എലിപ്സ് അല്ലേ? ഓക്കെ, യെസ്, എലിപ്സ് ആണ്. റെഡിയല്ലേ? അപ്പോൾ b² ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, a² - c² അല്ലേ. a² എന്നുള്ള സാധനം എന്താണ്? യെസ്, 4² അഥവാ 16 ആണ്. റെഡിയല്ലേ? c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² അഥവാ 4 ആണ് അല്ലേ. അപ്പോൾ b² ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 2 × b² എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, 4 ആണ്. ഓക്കെ അല്ലേ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 / 4 അഥവാ 6 എന്ന ആൻസർ കിട്ടി. ദാറ്റ് ഈസ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ 2.